ഹലോ, അതെ സത്യശീലം മുതലാളിയാണ്. ക്ലബോ? വാർഷികോ? ആ, എത്ര? 2000? ആ, ശരി ശരി. അപ്പോൾ അവിടെ കമ്പനി പോയി വാങ്ങിച്ചോ കേട്ടോ. ആ, 2000 രൂപ സംഭാവന കൊടുക്കാൻ വേണ്ടി ഞാനോട് പറയാം. ഓക്കെ ഓക്കെ. 2000 പോയി. ശ്ശെ. ഹലോ, അതെ സത്യശീലം മുതലാളിയാണ്. എന്താ? ജില്ലാ സമ്മേളനം? കഴിഞ്ഞ മാസം ജില്ലാ സമ്മേളനത്തിന് ഞാൻ പൈസ തന്നാണല്ലോ. ഇല്ല ഇല്ല, കുഴപ്പമില്ല. അതെ, ഒന്നുകൂടെ തന്നാലും പ്രശ്നമൊന്നുമില്ല. ആ, എത്ര? 5000? ആ, ശരി ശരി. ആ, എന്നാ പിന്നെ സംഭാവന 5000 എഴുതിക്കും. ആ, ഓക്കെ 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 ഓക്കെ. അപ്പൊ രാവിലെ തന്നെ 5000 രൂപയുടെ ബിസിനസ് നടന്നല്ലേ? അതിന്നൊരു 2000 രൂപ എനിക്കെടുത്ത് തരരുത്. 5000 രൂപ ലാഭം കിട്ടിയ കാര്യമല്ല പറയുന്നത്, സംഭാവന കൊടുത്ത കാര്യമാണ്. ഇന്ന് സംഭാവന 5 2 7000 രൂപ. സത്യശീലം മുതലാളിയൊക്കെ ആവുമ്പോഴത്തേനും ഒരു 15000 രൂപയെങ്കിലും കുറഞ്ഞത് കൊടുക്കണം. നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഞാനൊരു ചെറുകിട സ്ഥാപനത്തിന്റെ മുതലാളിയാണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും എന്നെ മുതലാളി മുതലാളി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് സംഭാവന കൊടുത്തില്ലെങ്കിൽ, പിന്നെ മാത്രമല്ല ഈ രാഷ്ട്രീയക്കാർക്ക് സംഭാവന കൊടുത്തില്ലെങ്കിൽ അവന്മാർ ഒരു കാരണമില്ലാതെ വന്ന് കമ്പനി പൂട്ടിക്കും. അതിന് നിൽക്കണോ? അല്ലെങ്കിൽ ഇപ്പൊ അവിടെ എല്ലാം നല്ല ഭംഗിയായിട്ടാ നടക്കണേ. അല്ല സത്യേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇന്ന് ദേ ഈ നിമിഷം വരെ അവിടെ നിന്ന് ഒരു 10 പൈസ ഉപകാരം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? എടി ശ്യാമളെ, നീ ചപ്പാത്തി പരത്തുന്നത് പോലെയല്ല ചവിട്ടുമെത്ത ഫാക്ടറി. ആദ്യം നമ്മൾ അതിന്റെ മാർക്കറ്റ് പിടിച്ചെടുക്കണം. അതിനൊരു ഇത്തിരി സമയം എടുക്കും. എത്ര സമയം സത്യേട്ടാ? അതിനു മുമ്പ് എന്റെ അച്ഛൻ വന്ന് നിങ്ങളുടെ കുത്തിന് പിടിക്കും. എന്റെ അനിയത്തിന് കെട്ടിക്കാൻ വെച്ച പൈസ എടുത്തല്ലേ അന്തസ്സായിട്ട് നിങ്ങൾക്ക് കൊണ്ട് തന്നത്. ചിരിച്ചോ? ആദ്യത്തെ കുറേ വർഷത്തേക്ക് ലാഭത്തെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല എന്നാണ് വ്യവസായ വകുപ്പിൽ നിന്ന് വന്ന് ക്ലാസ് എടുത്തിട്ടുള്ള സാറന്മാർ പറഞ്ഞത്. അവസാനം തെണ്ടി കുത്തുവാളെടുത്തേ തേരാപ്പാര നടക്കുമ്പോഴേ ഈ വ്യവസായ വകുപ്പിൽ ഉദ്യോഗസ്ഥരൊന്നും കാണൂല. നിങ്ങൾ നോക്കിക്കോ, പഠിക്കും. എടി ശ്യാമളെ, നിനക്ക് ബിസിനസിന്റെ മനഃശാസ്ത്രം അറിഞ്ഞുകൂടാ. ആദ്യം നമ്മൾ വില കുറച്ച് വേണം സാധനം മാർക്കറ്റിൽ ഇറക്കാൻ. ആവശ്യക്കാർ കൂടി വരുമ്പോഴേ വില കൂട്ടാൻ പറ്റൂ. ശ്യാമളമാർക്ക് ചവിട്ടുമെത്ത കിട്ടിയേ പറ്റൂ എന്ന ആളുകൾക്ക് വരുമ്പോ നമ്മൾ വില കൂട്ടും. അപ്പോഴേ ലാഭം കിട്ടൂ. ഞാനിതിപ്പോ എത്ര നാളായി കേൾക്കണു, എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ? എനിക്കൊന്നും മനസ്സിലാവണ്ട. പക്ഷെ നിങ്ങളെ കടക്കാര് ചവിട്ടി തേക്കും. അപ്പൊ നിങ്ങൾ പഠിക്കും. കടമില്ലാത്ത ആളുകളുണ്ടോടി? ഹായ് ദേ അച്ഛൻ. എവിടെ? ദേ. അതെ, ഞാൻ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയാലോ? ഒന്ന് നിക്കണേ. ഓ, ഒരുപാട് തവണ വന്നിട്ട് കാണാൻ പറ്റിയില്ല കേട്ടോ. അതെ അതെ അതെ. എന്താ അച്ഛൻ ഒന്നും പറയാതെ ഇങ്ങ് പോന്നേ? എന്നാ പറയാനാടി, പറഞ്ഞിട്ട് വന്ന ഇയാളെ കാണാൻ പറ്റാറുണ്ടോ? അമ്മ എന്താ അച്ഛാ? സുഖായിരിക്കുന്നു. അമ്മനെ കൊണ്ടുവരാൻ എന്താ? നിങ്ങൾക്കൊന്നും അങ്ങോട്ട് വന്നാലെന്നാ? അച്ഛനൊന്ന് ഫോൺ ചെയ്തിരുന്ന ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. സത്യശീല, ഒരു കാര്യം പറയുമ്പോ കിടന്ന് ഉരുളരുത് കേട്ടോ. ഇല്ല ഇല്ല, അനവധി തവണ ഞാൻ വിളിച്ചു പറഞ്ഞ. ഇനി വളച്ചുകെട്ടില്ലാതെ വന്ന കാര്യം ഒന്ന് പറയാം. ഇവളുടെ അനുജത്തി കൊച്ചിന് ഒരു ആലോചന വന്ന കാര്യം ഇയാളോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ചെറുക്കൻ്റെ വീട്ടുകാരെ ആ കാശ് അടുത്ത ആഴ്ച കൊടുക്കാൻ അങ്ങ് പറഞ്ഞിരിക്കുക. ആണോ? അയ്യോ അച്ഛാ, അവർ ചോദിക്കുന്നതിന് മുമ്പേ നമ്മൾ കൊടുക്കണ്ടേ? ആണോ? എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? അത് പച്ച ഒരു 10 ലോഡ് ചവിട്ടി നമ്മൾ കണ്ണൂർക്ക് കയറ്റി അയക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അതേപോലെ തന്നെ ഒരു 8-10 ലോഡ് വിശാഖപട്ടണത്തേക്കും ഞങ്ങൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയാൾ വിശാഖപട്ടണത്തിലേക്കോ കണ്ണൂർക്കോ എങ്ങോട്ടാണെങ്കിൽ കയറ്റി അയച്ചാലും എന്റെ കാശ് ഇങ്ങോട്ട് തന്നിട്ട് പറ. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു 3 കളറ്, പച്ച ചുവപ്പ് മഞ്ഞ, നമ്മൾ ഒറ്റ കളറാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് ഒറ്റ ചവിട്ടി തന്നെ 3 കളറ്. അപ്പൊ അതിന് നല്ല മാർക്കറ്റ് ഉണ്ടാവും. സത്യശീല, ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്റെ ഈ സൗമ്യമായുള്ള ആ ഒരു രീതി ഉണ്ടല്ലോ, ഇതാ എന്നെ കൊടുക്കുന്നത് പലപ്പോഴും. ഈ കളി ഇനി അടക്കുകയല്ല. അതെ, എനിക്ക് തലക്ക് വട്ടുപിടിച്ച് അടക്കുവാ ഞാൻ. പിന്നെ വേറൊരു കാര്യം കൂടി എന്താന്ന് വെച്ചാൽ, ഒന്നാമത് അച്ഛാ, നമ്മൾ ഈ വാടക വണ്ടി വിളിച്ചിട്ടാണ് സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നത്. അപ്പൊ അതിപ്പോ നമുക്കൊരു സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് അതിന് ലാഭം. എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. സത്യേട്ടൻ തരും. സത്യേട്ടൻ ഒരു ഡേറ്റ് പറ. അത് ഇയാളെ എന്നാ പരിപാടി? അത് തുറന്നങ്ങ് പറഞ്ഞേരെ. അല്ല, അതിപ്പോ ഈ ചവിട്ടുമെത്ത പരിപാടി തന്നെ. സത്യശീല, തന്നെ ഒരു മരുമകനായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത്, എന്റെ സ്വന്തം മകനായിട്ടാ. ഇയാൾ വെറുതെ തമാശ കളിക്കാതെ എന്റെ കാശൊന്ന് തരുമെന്ന് പറയാന്നേ. ഹലോ, അതെ സത്യശീലൻ മുതലാളിയാണ്. പഞ്ചായത്ത് നിന്നോ? ഇവിടെ കമ്പനിയിലോ? ആ ശരി, ഞാൻ അങ്ങോട്ട് വരാം. ആ ശ്യാമളെ,
പഞ്ചായത്തിൽ നിന്ന് എന്തോ ടാക്സിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് അവിടെ ആള് വന്നിട്ടുണ്ട്. ഞാൻ കമ്പനി വരെ ഒന്ന് പോയിട്ട് വരാം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഓഹോ, അല്ല അച്ഛനിപ്പോ പോവല്ലോ ഇല്ലല്ലോ അല്ലേ? കാശ് തന്നാ പോവായിരുന്നു, കിട്ടുവോ? സത്യേട്ടാ, അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോ. പറഞ്ഞിട്ട് പോയി. ആണ് ഒരാള്. സത്യശീല, നിങ്ങൾ കുറെ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈലും പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു തീർപ്പുണ്ടാക്കി നമുക്ക് ഓഫീസിൽ പോണ്ടേ? അതെ സാറേ, കരടയ്ക്കാനുള്ള പൈസക്കാണ് ഞാൻ ഈ ആളുകളെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഒരാൾ എടുക്കണില്ല, എല്ലാരും മൊബൈൽ സ്വിച്ച് ഓഫ്. ഇങ്ങനെ ആയാലുണ്ടല്ലോ പഞ്ചായത്ത് വന്നിട്ട് നിങ്ങളെ കമ്പനിയായിട്ട് സ്വിച്ച് ഓഫ് ആക്കുക, അതാണ്ടാവും പോണേ. നോക്കി, കരം ഞാൻ അടയ്ക്കാം. എന്തായാലും അത് അടയ്ക്കണല്ലോ, അത് ഞാൻ അടച്ചോളാം. നിങ്ങൾ ഒരു ലേശം സാവകാശം എനിക്ക് തരും. ഇതാണ് കുഴപ്പം. ഈ സാവകാശം എന്ന സാധനം എന്റെ അടുത്തില്ല. ഞാൻ അത് കോടതി പോയിട്ട് സ്പെഷ്യൽ സാവകാശം ഓർഡർ വാങ്ങിച്ചിട്ട് വരും. എന്നെ സാറേ, ഞാൻ ആകെപ്പെട്ട് കണ്ണ് തുറച്ചിരിക്കുകയാണ്. ബാങ്ക് ലോണ്, കറണ്ട് ചാർജ്, ലാൻഡ് ലോണ്, പിന്നെ തൊഴിലാളികൾക്ക് ശമ്പളം, ഇതെല്ലാം കൂടെ ആയി വന്നപ്പോ ഒരു ലേശം സാവകാശം ഞാൻ ചോദിക്കുകയാണ്. ഈ കമ്പനീന്റെ മുതലാളിയല്ലേ? അതെ. അപ്പൊ ഇതൊക്കെ ഈ അടക്കേണ്ടാണ്. ഇത് എല്ലാ തവണ പിരിക്കാൻ വരുമ്പോ എന്റെ അടുത്ത് ഇതാണ് നമ്മൾ കേൾക്കണത്. നമുക്കിത് കിട്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ വേറെ നടക്കാൻ. അതെനിക്ക് മനസ്സിലായി. എന്ത്? അതൊക്കെ ഞാൻ ശരിയാക്കുന്നുണ്ട്. ഓ അതെ, സാറിന്റെ തിണ്ണയിലിടാൻ പറ്റിയ ഒരു 4 മാറ്റ്, സാറേ സോഫയിലിടാൻ പറ്റിയ ഒരു 3-4 വിരിയും കൂടെ എടുത്താലോ? എടുത്തൂട്. എന്നാ അതും കൂടെ എടുത്തോ കേട്ടോ. ശരി മുതലാളി, നല്ലതെടുക്കട്ടെ. പിന്നെന്താ, നല്ലതെടുത്തോ. നോക്ക്, നല്ലത് എടുത്താ നിന്റെ മോന്ത ഞാൻ കുത്തിപ്പരത്തും. നിങ്ങൾ ആ ഡാമേജ് ആയിട്ട് മാറ്റിയിട്ടുള്ള സാധനങ്ങളില്ലേ, അതൊന്നും ഒരു 4 വലിച്ചാൽ മതി കേട്ടോ. അപ്പൊ നല്ലതല്ലേ? പിന്നെ എക്സ്പോർട്ട് ക്വാളിറ്റി ഒരു 4 വലിക്കടാ. ഓക്കെ. അതെല്ലാം ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാം അങ്ങ് എത്തും. സന്തോഷമായിട്ട് പോയിട്ട് വരി. അതെ, അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? സാറേ വിട്ടോ. അതെ പ്യാരി, അച്ഛൻ വരുന്നുണ്ട്. നീ അച്ഛനായിട്ട് കുറക്കാൻ നിൽക്കരുത്. എന്നാ ഉണ്ടോ ഭാര്യാതാ? സുഖാന്നോ? അങ്ങനെ പോണ്. അമ്മച്ചിയൊക്കെ എന്നാ പറയുന്നു? അച്ഛാ, ഇത് മൊയ്തു സാറ് പഞ്ചായത്തിൽ നിന്ന് ബിൽഡിംഗ് ടാക്സ് പിരിക്കാൻ വേണ്ടി വന്നതാ. ബിൽഡിംഗ് ടാക്സോ? ഇംഗ്ലീഷ് മനസ്സിലായില്ലേ? എന്റെ വൈഫിന്റെ അച്ഛനാണ്. 19 കൊല്ലായിട്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ വന്ന് നികുതി പിരിക്കാൻ ഇയാളോട് ആരാ പറഞ്ഞേ? പുറത്തു. മനസ്സിലായില്ല? മനസ്സിലായില്ലയോ? ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ വന്ന് നികുതി പിരിക്കാൻ ഇയാളോട് ആര് പറഞ്ഞു? എങ്ങനെ ഇയാൾക്ക് എന്നാ ചെവിയാക്കത്തില്ലയോ? രാവിലത്തെ ഉടക്കാൻ വന്നത്. ഈ ബിൽഡിംഗ് ടാക്സ് പഞ്ചായത്തുകാർ പിടിച്ചാ എന്താ കഴിക്കോ? ചിലപ്പോ കഴിച്ചെന്നിരിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ ഇയാളൊന്ന് പിരിക്കാൻ. അച്ഛാ, ഇയാള് പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥനൊന്നും ഇടാതിരണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഡ്യൂട്ടിയിലിരിക്കണ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ അപമര്യാദയായിട്ട് പെരുമാറിയാലേ എന്താ റൂളും എന്താ വകുപ്പെന്ന് അറിയാം നിങ്ങൾക്ക്? ഇയാൾ എന്നെ റൂളും വകുപ്പൊന്നും പഠിപ്പിക്കണ്ട കേട്ടോ. ഞാൻ റൂളും വകുപ്പൊക്കെ എഴുതിയിരിക്കുന്ന സമയത്ത് ഇയാള് വള്ളി കയറിട്ടോണ്ട് കിടക്കുക. വണ്ടി കൊണ്ടുപോയി വെക്കി. അങ്ങ് സംസാരിച്ച് കയറുവാ ഇവിടെ ഇരിക്കുന്നത്. ഇത് എന്നാണ് മര്യാദ? ഇതിനിടയിലൂടെയാണോ കൊണ്ടുപോകുന്നത്? ഇത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അതെ, സാറിന്റെ വണ്ടിയിൽ വെക്കാൻ വേണ്ടിട്ട്. ഇതെന്നാ? അല്ല, അതൊരു സന്തോഷത്തിന് വേണ്ടിട്ട് വെക്കാണ് അച്ഛാ. എന്താണ് തലക്ക് ഭ്രാന്തുണ്ടോ? ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ചുമ്മാ എടുത്തു കൊടുത്തേച്ചു വേണോ സന്തോഷം ഉണ്ടാക്കുന്നത്? സത്യശീല, അത് വേണ്ട. അത് വേണ്ട. വണ്ടി നിർത്തി ഇങ്ങോട്ട് വെച്ചാണ്. അയാളെ പിടിച്ച് നോക്കി. ഇങ്ങ് നിൽക്കണോ? അങ്ങ് പറക്കെടുത്ത് കൊടുക്കാൻ പറ്റുകയല്ല. ഒന്ന് പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും പറക്കാൻ തുടങ്ങി. എന്ത് കാര്യത്തിനാ അറിയാലോ? എനിക്കറിയാല. ഞാൻ പിടിപോറുള്ളവനാ. അതിന് കൊണ്ടുവരട്ടെ. കൊണ്ടുവച്ചാലാ മര്യാദ. പറക്കെടുത്ത് സാധനങ്ങളില്ല അവിടെ. ഞാൻ ഒരു നിരക്കിത് അടുപ്പിച്ച് കൊണ്ടുവന്നതാണ്. ഇപ്പൊ അത് തല്ലി പറഞ്ഞാ എന്തൊരു കട്ട നോക്കുന്നത്. സത്യം ചെയ്യല. നീ എന്താ നീ പറയുന്നത്? അച്ഛാ, അതിന് കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ ഒരു തലക്ക് അയാൾ എങ്ങനെ അടിച്ചു പിടിച്ച് അടുത്ത് പിടിച്ച് കൊണ്ടുവന്നതാണ്. എടാ, ഇതൊക്കെ ഈ ഇത്രയും അടവുകളും കാര്യങ്ങളൊക്കെ ഉള്ളടത്ത് ഇവിടെ നിന്ന് സാധനങ്ങൾ പറക്കിയെടുത്ത് കൊടുത്താൽ എന്തായിരിക്കും? അച്ഛാ, ഇത് വേസ്റ്റ് സാധനമാണ്, നല്ലതല്ല. പിന്നെ ഉള്ള കാര്യം പറഞ്ഞു തന്നേക്കാം. അത് നമ്മൾ അയക്കാൻ വേണ്ടി കഴിച്ചോടെ സാധനം ഒന്ന് പറഞ്ഞു കൊടുത്താൽ ചീഞ്ഞ് നാറിയതാണ് വേസ്റ്റ്. ഇത്തരം പരിപാടികളൊന്നും ഇവിടെ ഇപ്പൊ തന്നെ നിർത്തുന്നതല്ല. ഇവന്മാർക്കൊക്കെ ഇതൊക്കെ ഒരു സ്ഥിരം സ്വഭാവമാണ് കേട്ടോ. അത് വേണ്ട. അച്ഛൻ പറയണ പഞ്ചായത്തിലേക്ക് എല്ലാം പറ്റില്ല. എന്നാ നിയമം ഉണ്ടോ? ഞങ്ങൾ ചെല്ല. നീ വായും വിളിച്ച് നിൽക്കണ ജോലി നോക്കടാ. ഇതിൽ ആരാ ശരിക്കും മുതലാളി? ഒരു പഞ്ചായത്ത് ഓഫീസാണ്.
10 കാലമായിട്ട് ഒരു മനുഷ്യൻ വന്നില്ല. ഉത്തരവാദിത്വം വേണ്ടേ? ഒരു പഞ്ചായത്ത് സെക്രട്ടറി മാത്രം വന്നിരുന്നോണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുമോ? എല്ലാവർക്കും അവനവൻ്റെ കാര്യം, അത് കഴിഞ്ഞിട്ടുള്ള ഓഫീസ്, ശമ്പളത്തിന് വേണ്ടി പണിയെടുക്കുക. ആരോട് പറയാൻ? ഒരാളെങ്കിലും എത്തിയല്ലോ. കംപ്ലീറ്റ് ആൾക്കാർ വന്നില്ല. ഞാൻ ലീവാണ്. ഓ, നിങ്ങളും ലീവാണ്? സന്തോഷമായി. ഇനി അധിക കാലം ലീവ് എടുക്കേണ്ടി വരില്ല. അടുത്ത കൊല്ലം റിട്ടയർമെന്റ് ആണ്, അറിയാലോ അല്ലേ? എന്റെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടേ. എന്നുണ്ടാവും കല്യാണോ മരണോ അല്ലെങ്കിൽ ചോറൂണ്. ആട്ട് പോയോടി, എല്ലാവരും പോയോടി, ഞാൻ നോക്കിക്കോളും കാര്യങ്ങൾ. അതിന് സാറ് ലീവ് എടുക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? അതെ, എനിക്ക് ഈ ഓഫീസിനോട് കുറച്ച് ആത്മാർത്ഥത ഉണ്ട്. അപ്പൊ നമുക്ക് ആത്മാർത്ഥ ഇല്ലാന്നാണ് പറഞ്ഞത്. ഇല്ലാന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. നിങ്ങൾ പോയിക്കോളി. ഒപ്പിട്ടിട്ട് വേഗം ചെല്ലി. ഇതാ ഇനി എന്താ ചിരിച്ചു കളിക്കണ? പോയിക്കൂടി. ഒരു 500 രൂപ എനിക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു. ഇനിയിപ്പോൾ 500 ഉറുപ്പ്യം വേണോ? മാസം കൂടിയ നേരാണ് സുമേഷ് ചേട്ടാ. 5 പൈസ കയ്യിലല്ല. പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വേറെ ആയിരുന്നു സംഘടിപ്പിക്കുക. ചെല്ലി. സാറേ, കല്യാണത്തിന് അവിടെ വെക്കാൻ വേണ്ടിട്ട് സംഭവമൊക്കെ എനിക്കറിയാം. നമ്മളെ കയ്യിൽ ഇല്ലേറ്റല്ലേ? വെറുപ്പിക്കല്ലേ നിങ്ങൾ? ചെല്ലി. സുമേഷ് ചേട്ടൻ ലീവാന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാ ഒപ്പിട്ട് മൂപ്പര്? എന്തൊക്കെ ടൈപ്പ് ആൾക്കാരാണ് പഠിച്ചത്? എന്തൊക്കെയാ ഇവിടെ നടക്കണത്? നമ്മളൊരു മൈൻഡായിപ്പോയി. അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സലീമാണ്, മറിമായത്തിലെ പാരിജാതൻ. പ്രേക്ഷകരുടെ ഇഷ്ട പ്രോഗ്രാമായ മറിമായത്തിൻ്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്കിനി മനോരമ മാക്സിൽ തീർത്തും സൗജന്യമായി കാണാം. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.